എൻ്റെ കൂട്ടുകാരെ, എൻ്റെ അച്ഛൻ കണ്ടോ, ഇവിടെ കൃഷിയാണേ. പന്നിയുടെ ഭയങ്കര ശല്യമാണ്. നിങ്ങളുടെ ആരെങ്കിലും നാട്ടിലുണ്ട് ഇത് വല വലിച്ചിട്ടുണ്ട്, ഇത് കപ്പ നട്ടിരിക്കും കേട്ടോ അച്ഛൻ. എന്നിട്ട് ചാക്കും കൊണ്ട് വലയും വലിച്ചിട്ടുണ്ട്, ചാക്കും കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് അതിന് മണ്ടയ്ക്കൂടെ പന്നി ചാടാതിരിക്കുക അതിന് മണ്ടയിലിരുന്ന് വല വലിക്കുക. കണ്ടോ അധ്വാനം. കഴിഞ്ഞ ദിവസം പാവം ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് പന്നി വന്ന് ചേമ്പ് തിന്നുകൊണ്ട് പോയി. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അച്ഛനും. അപ്പോൾ ഭയങ്കര പന്നി കൊണ്ടുപോയതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഇപ്പം കപ്പയുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഇരുന്നുകൊണ്ട് ചേട്ടായിയും അച്ഛനും എല്ലാവരും കൂടി ഇരുന്നു ഇതടാ പടുത അല്ല ചാക്ക് വലിച്ച് കെട്ടിയിരിക്കുക. അപ്പോൾ എവിടുന്നോ ഒരു വല ഒപ്പിച്ചിട്ട് വന്നിട്ട് മേളി വന്നിട്ട് വല ഇത് കോവലിൻ്റെ വലട്ടോ. ഞാൻ പറഞ്ഞോ, ഞാൻ കാച്ചു കൊടുത്ത് വാങ്ങിച്ചാന്ന്. കണ്ടോ ഇരുന്ന് ഒരു ശകല സമയം അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വയ്യാന്നും പറഞ്ഞിരിക്കും. പണി ചെയ്യുക കേട്ടോ, കപ്പ തിന്നാൻ വേണ്ടി. ഇത് പന്നി കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ ഭാഗ്യം. ഇവിടെ ഉണ്ടോ കുറേ, ഇത് മൊത്തം കപ്പയാട്ടോ. ഇത് മുഴുവൻ കപ്പയാണ്. 6 മാസം കപ്പയല്ല അച്ഛാ, ഇത് 6 മാസം കപ്പയാണേ. പിന്നെ ആണെങ്കിൽ ഇത് ഞങ്ങളുടെ പേര കേട്ടോ, നിറയെ പേരൊക്കെയുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ. പക്ഷേ ഇങ്ങനെ വന്നതേ ഉള്ളൂ. അതെ ഇങ്ങനെ വന്നതേ ഉള്ളൂ, പഴുത്തില്ല കേട്ടോ. നിറയെ പേരൊക്കെയുണ്ട്. ഇത് ഇവിടെ എല്ലാം ചേമ്പായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി വന്ന് പന്നി ചേമ്പെല്ലാം കൊണ്ടുപോയി. പാവത്തിന് ഭയങ്കര വിഷമത്തെ ആ പന്നി കൊണ്ടുപോയത് കേട്ടോ. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പിന്നെ അതൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടം അച്ഛനാണ്. പക്ഷെ അച്ഛൻ ഭയങ്കര അധ്വാനിയാണ് കേട്ടോ. ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നുണ്ട് കണ്ടോ, മണ്ടയ്ക്ക് ഇരുന്ന് പണിയുന്നുണ്ടോ. അവിടെ ഇങ്ങനെ ഇരുന്ന് ചേട്ടായി അച്ഛനും എല്ലാം കൂടെ കൂട്ടി ഇരുന്ന് ഇങ്ങനെ ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് പണിയുമായിരുന്നു. എന്നിട്ട് കപ്പ കൃഷി ചെയ്യാൻ. ഇത് കപ്പ കൃഷി ചെയ്തിട്ടും പന്നി കൊണ്ടുപോകാതിരുന്ന ഭാഗ്യം. കണ്ടോ കഷ്ടപ്പാടുക. ഇങ്ങനെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന സാധനം വിളവെടുക്കുന്ന സമയമാകുമ്പം പന്നി കൊണ്ടുപോകുമ്പോണ്ടല്ലോ ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാണ് പാവം. കണ്ടോ ഈ പ്രായമായ സമയത്തും പാവം എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടോ. കപ്പ തിന്നാനുള്ള കൊതിയും കൊണ്ട് അല്ലേ അച്ഛാ, കപ്പ തിന്നാനുള്ള കൊതിയും കൊണ്ടല്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ കണ്ടോ, കപ്പ തിന്നാനുള്ള കൊതിയനാ കണ്ടോ. ഷുഗർ അങ്ങേറ്റം കേട്ടോ, എന്നിട്ടും കപ്പ ഒരിക്കലും വിടത്തില്ല.